കടൽ കടലിന്റെ മക്കൾക്ക്, കടലും തീരവും കടലിന്റെ മക്കൾക്ക്. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യമാണ്. ഇതിവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പത്രവാർത്തകളാണ്. കടലോരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിത ജീവിതം പൊതുസമൂഹത്തിന് അറിവുള്ളത് തന്നെയാണ്. കടുത്ത വറുതിയും ചൂഷണവും തരണം ചെയ്യാനാണ് തീരത്ത് ഇന്നും നീട്ടുവല ഉപയോഗിച്ച് മത്സ്യം പിടിച്ച് തൊഴിലാളികൾ നേരിട്ട് വിപണനം ചെയ്യുന്ന രീതിയിൽ എത്തിയത്. തെർമോകോൾ ഉപയോഗിച്ച് ഒരാൾ മാത്രം കടലിൽ പോകുന്ന പൊന്തുവള്ളങ്ങളാണ് അതിന് ആശ്രയമായത്. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ ശുദ്ധമായ മത്സ്യം ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അന്യസംസ്ഥാന വിഷമത്സ്യം ലോപിക്കും. തീരവും തീരക്കടലും സ്വകാര്യ ടൂറിസം പദ്ധതികൾക്കായി കരാർ നൽകാൻ ശ്രദ്ധിക്കുന്ന ഭരണാധികാരികൾക്കും ചെറുതല്ലാത്ത വിഷയം സൃഷ്ടിക്കും എന്നത് സത്യവുമാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം തടസ്സപ്പെടുത്തുന്ന യാതൊരു നടപടികളും അംഗീകരിക്കാൻ മത്സ്യത്തൊഴിലാളി സമൂഹം തയ്യാറല്ല. ജീവൻ നൽകിയും ഈ ജനവിരുദ്ധ തീരുമാനം അധികാരികൾ പുനഃപരിശോധിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കരിമണൽ കടൽമണൽ ഖനനവും തീരപ്രദേശ ഹൈവേയും ടൂറിസം പദ്ധതികളും തുടങ്ങി വികസനത്തിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയും ജീവിത സാഹചര്യങ്ങളുമാണ്. ഈ ഒരു ജനവിഭാഗം ഒരു കോട്ട പോലെ തീരദേശത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് രാജ്യവിധ്വംസക ശക്തികൾ പോലും ഭയക്കുന്നത്. ഒരാൾ തുഴഞ്ഞിട്ട് പോകും. അതുകൊണ്ട് മീൻ കൊണ്ട് ഞങ്ങൾ കിഴക്കും ഒരു 4-5 പേരോടെ കിഴക്കാട്ടൊരു വണ്ടി വിളിച്ച് കൊണ്ടുപോയിട്ട് കിള്ളി കഴിച്ച് കൊടുക്കുമ്പോൾ 5000 രൂപ ഉണ്ടെങ്കിൽ ആ തുഴച്ചിക്കാരന് 2000 രൂപ കിട്ടും. ബാക്കി ഞങ്ങളുള്ള 5-6 പേരുള്ളത് പങ്കിട്ടെടുക്കും. 10, 500, 400, 300 ഒക്കെ കിട്ടും. ഞങ്ങൾ 10-9 രൂപ ചാവടിക്കാതെ ഞങ്ങളുടെ വീട്ടിൽ കൂടെ ഞങ്ങളുടെ ഉപജീവനം കഴിഞ്ഞ് പോണതാണ് ആ പരിപാടി. അപ്പം അതിപ്പോ സർക്കാർ നിർത്തലാക്കുമ്പോൾ ഇപ്പൊ ഈ സർക്കാർ നിർത്തലാക്കാൻ സർക്കാരെല്ലാം ടൂറിസ്റ്റിന് കൊടുക്കില്ലേ. പിന്നെ നമ്മുടെ ഈ തീരപ്രദേശം എന്ന് പറയുമ്പോ ഇപ്പൊ ഇന്നാള് ഒരു ഹൗസ് പോയി സ്പീഡ് ബോട്ട് പഠിച്ചിട്ട് അറ്റത്തോടെ ഇങ്ങനെ സാഹസികം കാണിച്ച് മറിഞ്ഞ് ആശുപത്രിയിലൊക്കെ ആയാൽ. അപ്പൊ അതുപോലെ ഇപ്പൊ സ്പീഡ് ബോട്ടുകാർക്ക് സാഹസികം കാണിക്കാൻ പറ്റുന്നില്ല പൊന്തുപോലക്കാർ. ഇപ്പൊ വെളുപ്പിന് 5 മണി 4:30 മണി 5 മണിയാകുമ്പോ തള്ളിക്കൊണ്ട് പോകും. നീട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് നമ്മുടെ ഉപജീവനത്തിന് മാർഗമുള്ളതാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞങ്ങളൊരാള് തൊഴിഞ്ഞെല്ലാവരും കൂടെ തള്ളിക്കൊടുത്തു കഴിയുമ്പോ അതും കൊണ്ടുവന്ന് കിട്ടണം കൊണ്ട് ഞങ്ങൾ കഴിച്ചു കൊടുക്കും. ചിലപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കും. ഇരുന്നില്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ കിഴക്ക് റോഡിലൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റി ആണ് ഞങ്ങളുടെ ഉപജീവനം കഴിഞ്ഞിട്ട് പോകുന്നത്. ഇപ്പൊ ഈ കുറെ നാളായിട്ട് ഈ മത്തി നീട്ടിക്കൊണ്ടുവന്ന് കിട്ടാതെ കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ 2 ആഴ്ചയായിട്ട് 10 രൂപ കിട്ടാണ്ട് അതി ഇരിക്കുന്ന പോലത്തെ 2 മാസം കഴിഞ്ഞു പോയി. നിങ്ങൾ വേറെയുള്ള ബന്ധമാണ് 2-3 കൊച്ചുങ്ങളുണ്ട്. അപ്പൊ അതുങ്ങളെ വളർത്തണം ഇത് കൊണ്ട് പോയിട്ട് മലാകണ്ട കൊണ്ടാണ് അവനത് വെച്ചിട്ട് ഒന്നുമില്ലാത്ത കാരണം വെച്ചിട്ട് മറ്റുള്ള പടിക്കൊക്കെ പോകുന്നത്. അപ്പൊ ഈ ഇതുകൊണ്ടിപ്പോ എണ്ണ ചെലവില്ല, ഇഞ്ചൻ ഇല്ല, ഇതൊന്നും ഇല്ലാതാണ് ഞങ്ങൾ ഈ പൊന്തോളം കൊണ്ട് പോണ കൂടത്തി അത് ഒരു നിരോധിക്കാൻ പോണെന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും പറ്റാത്ത പണി. ഈ ആലപ്പുഴ ജില്ലയിലെന്ന് പറയുമ്പോൾ ഏകദേശം 3500ഓളം പൊന്തുവള്ളങ്ങൾ ഉണ്ട്. ഈ 3500 പൊന്തുവള്ളങ്ങളിൽ ഒരു പൊന്ത് ഒരാള് തുഴഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ തുഴയുന്ന ആളിന്റെ കൂടെ ഏകദേശം 5 പേരാണ് ആ തുഴയുന്ന ആളിന്റെ കൂടെ സഹായിക്കുവാൻ വേണ്ടി ചെല്ലും. അങ്ങനെ സഹായിക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ അപ്പൊ 5 കുടുംബങ്ങൾ, ആ 5 കുടുംബം 5 വന്ന് 6 കുടുംബം ആണ് കഴിയുന്നത്. അതുപോലെ തന്നെ അത് എടുക്കുന്നവനും മീൻ ഒതുക്കുന്നവനും എല്ലാവരും അത് ജീവിച്ചു പോകണം. അപ്പൊ ഏകദേശം ഒരു 8 പേരോളം ഒരു പൊന്തിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് 8 പേരാണ് ജീവിക്കുന്നത്. ഇന്ന് ഈ തീരപ്രദേശത്ത് മത്സ്യങ്ങൾ വളരെ കുറഞ്ഞിട്ടും ഇപ്പോഴും ഈ തീരപ്രദേശവാസികൾ ജീവിച്ചു പോകുന്നത് ഈ പൊന്തുവള്ളങ്ങളുള്ളതുകൊണ്ട്. ഇവിടുത്തെ വികസനത്തിന്റെ പേരിൽ സാധാരണ മത്സ്യത്തൊഴിലാളി, അതായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ തകർത്ത് തരിപ്പണമാക്കുവാൻ ശ്രമിക്കുന്നു. ഇതിനോട് ഞങ്ങൾക്ക് യോജിക്കും. ഇപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ഈ പൊന്തുവള്ളങ്ങൾ തുഴഞ്ഞ് കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ വിഷമാലിന്യങ്ങളൊന്നുമില്ലാതെ എവർക്കും ഏതൊരാളിനും ഭയം കൂടാതെ കഴിക്കാവുന്ന മത്സ്യങ്ങളാണ്. അത് ചെറുമത്സ്യങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. അതിപ്പോ ഈ ഏകദേശം ഒരു 5-10 വർഷമായിട്ടുണ്ടല്ലേ നമ്മള് 10-ൽ കൂടുതൽ വർഷങ്ങളായി ഈ പൊന്തുവള്ളങ്ങൾ. കാരണം എണ്ണച്ചെലവില്ല, മറ്റുള്ള ആൾക്കാരെ വിളിച്ച് പിന്നെ വെള്ളമിറക്കാൻ പോകണ്ട, അപ്പൊ വണ്ടി വാടക കൊടുക്കണ്ട. ഞങ്ങൾ ഏകദേശം ഒരാളും അതിന്റെ കൂടെ ഇരിക്കുന്ന 5 പേരും ഞങ്ങള് ഈ പൊന്തും വലയും എടുത്ത് കൊണ്ടുപോയി സഹായിക്കാൻ ചെല്ലുമ്പോൾ മാലിന്യമില്ലാത്ത, അതായത് വിഷങ്ങൾ കലരാത്ത ഈ മത്സ്യങ്ങൾ വിറ്റ് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏകദേശം
ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഓമനപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഏകദേശം ഒരു 100-100ലധികം പൊന്തുകളുണ്ട്. ഈ 100ലധികം പൊന്തിന്റെ കൂടെ ഈ 4-5 പേര് പോകുമ്പോൾ അപ്പൊ എത്ര കുടുംബങ്ങളാണ് കഴിയുന്നത്? ഇപ്പൊ ഈ വികസനം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പോലുള്ള സാധാരണക്കാര്, അതായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം താറുമാറാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നിയമം അടിച്ചേൽപ്പിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ഞങ്ങൾ എതിർക്കും, ശക്തമായി എതിർക്കും. ഇല്ല, അങ്ങനെ അപകടമുള്ളൊരു തൊഴിലല്ല ഇത്. ഇത് നമുക്ക് സുരക്ഷിതമായ തൊഴിലാണ്. വള്ളങ്ങളെ പോലെ ഉള്ള ഒരു തൊഴിലല്ല ഇത്. വള്ളം എന്ന് പറയാൻ നേരത്ത് എപ്പോഴും ആണ്ടിലാണ്ട് മെയിൻ്റെനൻസ് പണി ചെയ്യണം. അതെന്ന് പറയാൻ നേരത്ത് ആള് കൂടുതൽ വേണം. ഇതൊറ്റക്ക് ഒരാളിന് പോയി പിടിച്ചോണ്ട് വരാം. വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മീൻ, അതായത് മോശമായ മീനും ഉണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയാണ് ഈ പൊതുവള്ളങ്ങൾ നിർത്തി വെക്കണമെന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ലത് കൊടുക്കുകയല്ല, അവർക്ക് മോശമായ മീനാണ് കൊടുക്കത്തുള്ളൂ. അവർ തീരുമാനിച്ചിരിക്കണേ എങ്ങനെ. അതായത് പൊന്തുവള്ളങ്ങളുടെ മീനെന്ന് പറയുന്നത് അന്നന്ന് കൊണ്ടുവരുന്ന മീൻ, അത് അന്നന്ന് തന്നെ കൊടുക്കണം എല്ലാവർക്കും. ഐസിടാത്ത മീൻ. ഇപ്പൊ ഈ പൊന്തുവള്ളങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ വിഷം മേടിച്ച് തിന്നാം, അത്രേ ഉള്ളൂ. വേറെ കാര്യങ്ങളുണ്ട്. ഇതില് പറയുന്ന കരയിലുള്ള പൊടിപ്പ് ചെറിയ മത്സ്യങ്ങൾ നശിച്ചു പോകുന്ന പറയുന്നത് പൊന്തുവള്ളങ്ങളുടെ അടങ്ങിയത്. അങ്ങനെ ആ സമയത്ത് മിനി വള്ളക്കാര് വലിക്കുന്നത് അവര് കരയോട് ഫിഷിംഗ് ബോട്ടിന് വലി നിർത്തിച്ചെന്ന് പറയും. ഫിഷിംഗ് ബോട്ടിന് വലി നിർത്തിച്ചെന്ന് പറയും. ഇന്നലെ ഒരു രാത്രി ഒരു 10 മണി തൊട്ട് ഇവിടെ കിടന്നിട്ട് അറ്റത്ത് കിടന്നിട്ട് വലിക്കുകയാണ്. ഈ ചെറിയ ചെറിയ വള്ളങ്ങൾ നൈറ്റ് കിടന്നിട്ട് വലിക്കുന്നുണ്ട് ഇവിടെ അറ്റത്ത് കിടന്നിട്ട്. ഇവിടെ അറ്റത്ത് ഒരു മീനും വലിക്കും എന്ന് പറഞ്ഞാൽ കടലിലെ ജോലിക്ക് അപകടങ്ങളുണ്ടായി. വള്ളത്തെ പോയെന്ന് പറഞ്ഞാലും ഉണ്ടാകും, പൊന്തേ പോയെന്ന് പറഞ്ഞാൽ പൊന്താണോ സുരക്ഷിതം പൊന്താണ്. വെള്ളം കയറി താന്നു പോകത്തില്ല. വള്ളങ്ങളാകുമ്പോ ഒരു ദിവസം എന്ന് പറയാൻ നേരത്ത് 10,000 രൂപ വരെ ചെലവുണ്ട്. ഇതൊന്നും കിട്ടാതെ ചില ദിവസങ്ങളിലേ എന്തെങ്കിലും കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും അതുങ്ങൾ കടവായിട്ടാണ് വരുന്നത്. പക്ഷെ അത് അവര് നിർത്തിവെക്കും. ഒരു 2 സീസൺ പണി എടുത്തു കഴിയുമ്പോ ഇത് വിറ്റുകളെ, ആ തൊഴിലുടമക്കാൻ അത് വിറ്റുകളെ നിർത്തിയാണ്. ഇപ്പൊ ഇവിടങ്ങളിലൊക്കെ എല്ലാ തൊഴിലും നിന്ന് പോയി, കുറെ തൊഴിലുകൾ നിന്ന് പോയി. ഇപ്പൊ ഇവിടങ്ങളിൽ പണിക്ക് പോകാനുള്ള ഈ പൊന്ത് മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ല വേറെ തൊഴിലില്ല ഇവിടെ. അതുകൊണ്ട് നിന്ന് പോയിരിക്കാണ് ഇവിടുത്തെ തൊഴിലില്ല.